Hi, doctor. Podcast is ready. എന്ത് പറ്റി സിൻസി? ഡോക്ടർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഡോക്ടർ സഫീനയുടെ അടുത്ത് ചോദിച്ച ഒരു ക്ലാരിറ്റി തരുമെന്ന് ചോദിച്ചിട്ട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അത് വായിച്ച് ചിരിച്ചതാ. ആണോ? എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്? ഗർഭകാലത്ത് 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 പേർക്കുള്ളതെന്ന് പറഞ്ഞിട്ട് 4 പേർക്കുള്ള ഫുഡ് കഴിപ്പിക്കലാണ് ഇപ്പോഴത്തെ രീതി. ഓക്കെ. പ്രഗ്നൻസി സമയത്ത് ഒരു കുറച്ചൊരു എക്സ്ട്രാ കാലോറി റിക്വയർമെൻ്റ് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പം ബേബിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകം റിച്ച് ആയിട്ടുള്ള, അപ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഹൈ പ്രോട്ടീൻ റിച്ച് ഇൻ കാൽഷ്യം, അയൺ, പിന്നെ ഹെൽത്തി ഫാറ്റ് ഇവയടങ്ങിയ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് ബേബിയുടെ നല്ല വളർച്ചയ്ക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ ഓവർ ഈറ്റിംഗ് വരുമ്പോഴത്തേക്ക് ഒബീസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. പ്രഗ്നൻസി ഡയബറ്റീസ്, ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ കൂടുതലായിട്ടും ഒബീസ് പീപ്പിളിലാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. പിന്നെ ഡെലിവറി കോംപ്ലിക്കേഷൻസ് കൂടും, സിസേറിയൻ റേറ്റ് കൂടും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ മാത്രമേ നമ്മൾ പ്രഗ്നൻസിയിൽ അഡ്വൈസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കണം. ഓവർ ഈറ്റിംഗ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ശരിക്കും പറഞ്ഞാൽ വാരി വലിച്ചു കഴിക്കാതെ ഒരു കൃത്യമായ അളവിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ് പ്രഗ്നൻസിയിൽ വേണ്ടത്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കണം. ഡോക്ടർ, അതേപോലെ വേറൊരാൾ ചോദിക്കുന്നു, ഒരു ഗർഭിണിയുടെ വയറ് നോക്കി കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമെന്ന്. പലരും ഇതുപോലൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പല റീൽസുകളും ഇതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. ഒരു ബേബിയുടെ ജെൻഡർ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അൾട്രാസൗണ്ടിൽ നമുക്കറിയാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ അറിയാൻ പറ്റും. അല്ലാതെ ബേബിയുടെ മദറിൻ്റെ അബ്ഡോമിനൽ വാളിൻ്റെ സൈസോ ഷേപ്പോ കണ്ടിട്ട് നമുക്ക് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അബ്ഡോമിനൽ വാളിൻ്റെ സൈസ് ഷേപ്പൊക്കെ നിശ്ചയിക്കുന്നത് അവരുടെ ബോഡി കോമ്പസിഷൻ, അല്ലെ മസിൽ സ്ട്രെങ്ത്, അല്ലെ ബേബിയുടെ പൊസിഷൻ, പിന്നെ പാരിറ്റി, അതായത് നമ്പർ ഓഫ് പ്രഗ്നൻസി. അതായത് കൂടുതൽ നമ്പർ ഓഫ് പ്രഗ്നൻസി കൂടുമ്പോൾ ചിലപ്പം മസിൽ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അബ്ഡോമിനൽ വാൾ കൂടുതൽ ലാക്സ് ആയിട്ട് ചില തൂങ്ങിയ വയറാവും. അപ്പോൾ ഇതൊന്നും ജെൻഡറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേപോലെ ഡോക്ടർ വേറൊരാൾ ചോദിക്കുന്നു, പ്രഗ്നൻസിയിൽ പൈനാപ്പിൾ കഴിച്ചാൽ പ്രീടേം ഡെലിവറിക്കോ അബോർഷനോ സാധ്യത കൂടുതലാണോ എന്ന്. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലിൻ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതാണ് ഈ ആശങ്കകൾക്ക് കാരണം. അത് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് പൈനാപ്പിളിന്റെ തണ്ടിൽ അല്ലെങ്കിൽ ആ കോർ ഏരിയയിലാണ് കൂടുതലായിട്ടും ഇതുള്ളത്. നമ്മൾ സാധാരണ കഴിക്കുന്നത് ആ പൈനാപ്പിളിന്റെ ഫ്ലഷി ഏരിയ ആണല്ലോ. അതിൽ ഈ ബ്രോമലിന്റെ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ അത് കഴിച്ചെന്ന് കരുതി, അതുപോലെ തന്നെ മിതമായ രീതിയിൽ പിന്നെ റൈപ്പായിട്ടുള്ള പൈനാപ്പിൾ പ്രഗ്നൻസിയിൽ കഴിച്ചെന്ന് കരുതിയിട്ട് മിസ്കാരേജസോ അല്ലെ പ്രീടേം ഡെലിവറിയോ ഉണ്ടാവണമെന്നില്ല. ഇതുപോലെ തന്നെ വേറൊരു ഡൗട്ടാണ് പ്രഗ്നൻസിയിലുള്ള എക്സസൈസ്. പലരും പ്രഗ്നൻസി കൺഫേം ചെയ്താൽ തന്നെ അപ്പം തന്നെ വന്ന് ചോദിക്കും, ഡോക്ടർ ഇനിയിപ്പം ബെഡ് റെസ്റ്റ് എടുക്കാമല്ലോ അല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമുക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഒരു മിതമായ രീതിയിലുള്ള എക്സസൈസിന് പല ഗുണങ്ങളുമുണ്ട്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു മോഡറേറ്റ് എക്സസൈസ് ഹെൽപ്ഫുള്ളാണ്. പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടാൻ, സ്ട്രെസ് ഒഴിവാക്കാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു നോർമൽ ഡെലിവറിക്കുള്ള പോസിബിലിറ്റിയും ഈ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് സിസേറിയൻ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനർത്ഥം എന്ന് വെച്ചാൽ വളരെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണമെന്നല്ല, ഒരു മോഡറേറ്റ് രീതിയിലുള്ള എക്സസൈസ് പ്രഗ്നൻസിയിൽ വളരെ നല്ലതാണ്.